അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ 36-ാമത്തെ ക്ലാസ്സാണ്. ആൽ ഇംറാൻ സൂറത്തിൻ്റെ 84-ാമത്തെ ആയത്താണ് ഇന്ന് ഓതാൻ പോകുന്നത്. ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ്സാണ്. സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ ആഗ്രഹമായിരിക്കും വിശുദ്ധ ഖുർആനൊന്ന് മനോഹരമായിട്ട് പാരായണം ചെയ്യുക എന്നുള്ളത്. നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ്സാണ്. നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഓതിയിട്ട് ക്ലാസ് കേൾക്കുകയും അതിൻ്റെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിയമങ്ങളൊക്കെ പറയേണ്ട ഭാഗങ്ങളിലൊക്കെ നിയമങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി പറഞ്ഞുകൊണ്ട് നമുക്ക് ഓതിയിട്ട് അതിൻ്റെ കൂടെ ഖത്മുകളും നമുക്ക് തീർക്കാൻ സാധിക്കും. 2-3 ഖത്മുകൾ തീർക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. ഇൻഷാ അല്ലാഹ് 84-ാമത്തെ ആയത്താണ് ഓതുന്നത്. എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിക്കുക. മൊബൈലിലേക്കും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും രണ്ടിലേക്കും കൂടി നോക്കിയിട്ട് നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കുക. വിശുദ്ധ ഖുർആനിലേക്ക് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്ക്രീനിലേക്ക് നോക്കുക. ക്ലാസ് നിർബന്ധമായിട്ടും കേൾക്കുക. കേൾക്കുന്നവർക്ക് എന്ത് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായകരമാകുന്ന രൂപത്തിൽ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ലൈക്കുകളൊക്കെ ഒന്ന് ചെയ്ത് നമ്മുടെ ഈ സംരംഭത്തെ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും ക്ലാസ് എടുക്കുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതൊക്കെ നാഫിയായ ഇൽമ് അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നൊക്കെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. 36-ാമത്തെ ക്ലാസ്സാണ്. മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അതിൻ്റേതായ എല്ലാ ലിങ്കുകളും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ നിങ്ങളെ പേരും സ്ഥലവും ഒന്ന് അറിയിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل آمنا بالله وما أنزل علينا وما أنزل على إبراهيم. തുടക്കത്തിൽ ശ്രദ്ധിക്കുക, ഒന്ന് ഖാഫാണ് അല്ലേ. ഖുൽ കുൽ എന്നല്ല, قل آمنا بالله وما أنزل علينا. ശബ്ദമുള്ള നൂന് മണിക്കണം. നമ്മുടെ മുമ്പുള്ള ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുമ്പുള്ള ക്ലാസ്സുകൾ പ്രത്യേകിച്ച് തുടക്കത്തിലുള്ള ഒരു 5-6 ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും കേൾക്കുക. അതുപോലെ തന്നെ ഖത്മ് തീർക്കണം, നമ്മുടെ കൂടെ ഖത്മ് തീർക്കണം എന്ന ഉദ്ദേശമുള്ള ആളുകൾ മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾ സൗകര്യപ്രദമായ രൂപത്തിലുള്ള സമയത്തിൽ നിങ്ങൾ സമയം കണ്ടെത്തി എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ മുഴുവനും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുകയും കൂടെ ഓതാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുക. തീരെ ഓതാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ കേട്ടുകൊണ്ടെങ്കിലും ഖത്മ് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു തആല മനോഹരമായിട്ട് പാരായണം ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസം പറഞ്ഞവരുണ്ട്. എല്ലാവരുടെ പ്രയാസങ്ങളും പ്രത്യേകിച്ച് ഓതാനുള്ള പ്രയാസം, പല നിലക്കുമുള്ള പ്രയാസങ്ങൾ, അക്ഷരം തിരിയാനുള്ള ഒരു പ്രയാസങ്ങൾ, അതുപോലെ തന്നെ മറ്റു വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇബ്ലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളതായ ഉറക്കം, മറ്റുള്ള ഒരു ഇബാദത്തുകൾ പോലെയല്ല. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ പ്രത്യേകമായിട്ടൊരു ഉറക്കം വരിക, ഇങ്ങനെയുള്ള മറ്റ് നമ്മൾ ഓത്തിനെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രയാസങ്ങൾ, അതുപോലെ എല്ലാവിധ പ്രയാസങ്ങളും നീക്കി സന്തോഷകരമായ രൂപത്തിൽ നല്ല ഇഖ്ലാസോടുകൂടെ നല്ല തഖ്വയോടുകൂടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനൊക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ആദ്യമേ ഉണർത്തുകയാണ്, ശബ്ദുള്ള നൂന്, ശബ്ദുള്ള മീം, അത് നമ്മൾ എവിടെ കണ്ടാലും ഒന്ന് മണിക്കുക. അതുപോലെ തന്നെ മദ്ദുകൾ ശ്രദ്ധിക്കുക, നിർത്തുന്ന സ്ഥലം ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിർത്തേണ്ടത് എന്ന് പറഞ്ഞാൽ, ശ്വാസം വിടാൻ വേണ്ടി നമ്മളിങ്ങനെ നിർത്തുമല്ലോ, ആ നിർത്തുന്ന സമയത്ത് എവിടെയാണ് നിർത്തേണ്ടത് അല്ലേ? ഇതെങ്ങനെയാണ് നിർത്തേണ്ടത് പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. വമാ ഉൻസിൽ, ലാമിന് സുക്കൂനാണ് കൊടുത്ത് നിർത്തിയത്. തൻവീൻ ഫത്ഹും നീട്ടാനുള്ള സ്ഥലവും ഹാത്താവുമല്ലാത്ത ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും സുക്കൂൻ കൊടുത്തിട്ടാണ് നിർത്തേണ്ടത്.
അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഖുൽ ആമന്നാ അവിടെ നിർത്തിയപ്പോൾ നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തൻവീൻ ഫത്തുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഹാത്താവ് വരുന്ന സ്ഥലങ്ങളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സുക്കൂനാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നൂനിൻ്റെ ശേഷം വരുന്ന നിയമങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ബ വന്നാൽ നൂനിൻ്റെ സ്ഥാനത്ത് മീമാക്കി കൊടുക്കണം. സുക്കൂനുള്ള നൂന് വന്നാൽ അല്ലെങ്കിൽ തെൻവീന് വന്നാൽ തെൻവീൻ്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ ഈ നൂനിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കണം. നൂനിൻ്റെ സ്ഥാനത്ത് മീമ് വെച്ച് കൊടുത്താൽ എങ്ങനെയാണ് ഓതേണ്ടത്? അതാ പിന്നെ മറച്ച് മണിക്കുക. ഇപ്പം നൂനിൻ്റെ സ്ഥാനത്ത് മീമാണുള്ളത്, അതാണ് ചെയ്യേണ്ടത്. ഇനി നൂനിൻ്റെ ശേഷം ലാമും റാവും വന്നാൽ നൂനിനെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. നൂന് തൻവീന് ഉച്ചരിക്കുകയില്ല, നൂൻ അവിടെ ഇല്ലാത്തതുപോലെ പറയുക, തൻവീൻ ഇല്ലാത്തതുപോലെ പറയുക. അപ്പോൾ നൂനിൻ്റെ ശേഷം നൗമി, നൂന് വാവ് മീമി യാ എന്നീ അക്ഷരങ്ങളാണ് വന്നതെങ്കിൽ നൗമി, നൂന് വാവ് മീമി യാ എന്നീ അക്ഷരങ്ങളാണ്, നമ്മുടെ ചാർട്ടിലേക്ക് നോക്കുക, എന്നീ അക്ഷരങ്ങളാണ് വന്നതെങ്കിൽ നേരെ കൂട്ടി യോജിപ്പിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നൂനിനെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിച്ചതുപോലെ നൂനിനെ നൗമി, നൂന് വാവ് മീമി യാ എന്നീ അക്ഷരങ്ങളിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. അതിൻ്റെ പുറമെ ഒന്ന് മണിക്കുകയും ചെയ്യുക. ഇവിടെ മണിക്കണം, അവിടെ മണിക്കണം, അത്ര വ്യത്യാസമുള്ളൂ. ഇനി സുക്കൂണുള്ള നൂനിന് ശേഷം ഹംസ, ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ, ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ എന്ന് പറയല്ലോ. അലിഫ്, അലിഫിന് ഫത്ത് കിട്ടാ പിന്നെ ആ ഹംസ എന്ന് പറയാം. അപ്പോൾ ആ ഇ ഉ, ഹംസ, ഐന്, ഖൈന്. നമ്മുടെ ചാർട്ടിലേക്ക് നോക്കുക. ആ അക്ഷരങ്ങൾ മുഴുവനും ഇദാറിൻ്റെ അക്ഷരങ്ങളാണ്, 6 ഇദാർ എന്ന് പറഞ്ഞാൽ നൂനിനെ വ്യക്തമായിട്ട് പറയും. നൂന് സുക്കൂൻ കൊടുത്താൽ എങ്ങനെയാണ് പറയുക, തെൻവീൻ എങ്ങനെയാണ് വ്യക്തമാക്കി പറയുക, അതുപോലെ പറയുക. ഇതാണ് അവിടെയുള്ള നിയമങ്ങൾ. ഇനി ഇതല്ലാത്ത ബാക്കി 15 അക്ഷരങ്ങളാണ്. അറബിയിൽ 28 അക്ഷരമാണുള്ളത്. ഇപ്പോൾ പറഞ്ഞത് 13 അക്ഷരമാണ്. ഈ 13 അക്ഷരമല്ലാത്ത ബാക്കി 15 അക്ഷരത്തിൽപ്പെട്ട ഏതക്ഷരം വന്നാലും അവിടെ ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിക്കുകയാണ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് വമാ ഉൻസിൽ, അവിടെ നൂനിൻ്റെ ശേഷം സായാണ് വന്നിട്ടുള്ളത്. അവിടെ ഇഖ്ഫാ ചെയ്യാണ് വേണ്ടത്, മറച്ച് മണിക്കുക, വ്യക്തമാക്കി. ഉൻസിൽ എന്ന് പറയരുത്, അപ്പോൾ വ്യക്തമായി. ഒഴിവാക്കുകയും ചെയ്യരുത്, മറച്ച് മണിക്കുക. വ്യക്തമാക്കുകയും ഒഴിവാക്കുകയും ചെയ്യാത്ത രൂപത്തിൽ പറയുക, അതാണ് ഇഖ്ഫാ. അപ്പോൾ ഇഖ്ഫാ മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പം ഇത് നമ്മളെ ശ്രദ്ധയിൽ ഉണ്ടാകണം, അതിനു വേണ്ടിയാണ് ആദ്യമേ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീം وما أنزل على إبراهيم وإسماعيل. ഇവിടെ ഞാൻ നിർത്തി, ശ്വാസം വിടാൻ വേണ്ടി നിർത്തി. അപ്പോൾ ലാമിന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട് ഒരല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്, അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ വൈസ്മായിൽ നീട്ടാനുള്ള സ്ഥലമാണെങ്കിൽ അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അതിൻ്റെ പേരാണ് മദ് ആരിൽ. പുതിയ ഒരു മദ് ഉണ്ടാവുകയാണ്. അവിടെ ചെറിയൊരു നീട്ടലുണ്ട് നിർത്തിയിട്ടില്ലെങ്കിൽ. വൈസ്മായിൽ വൈസ്ഹാഖ്, അപ്പോൾ അവിടെയാണ് നിർത്തിയത്. അപ്പോൾ അവിടെ നിർത്തിയപ്പോൾ ഖാഫിൻ്റെ തൊട്ട് മുമ്പ് ഒരു അലിഫുണ്ട്, വസ്ല്, പിന്നെ ഒരു അലിഫ്, നീട്ടാനുള്ള അലിഫ്. അപ്പോൾ അവിടെ നിർത്തുമ്പോൾ ഇസ്ഹാഖ് വഇസ്ഹാഖ്. അപ്പോൾ ഇവിടെ നിർത്തുന്ന സമയത്തുണ്ടാകുന്ന പുതിയൊരു മദ്, ആ മദ്ദിന്റെ പേരാണ് മദ് ആരിദ് എന്ന് പറയും. പുതുതായി ഉണ്ടാകുന്ന ഒരു മദ്ദാണ്. അപ്പൊ ആ മദ്, അതിന്റെ പേരാണ് മദ് ആരിദ്. മദ് എന്ന് പറഞ്ഞാൽ നീട്ടാൻ ഉപയോഗിക്കാം. അപ്പോ പിന്നെ മറ്റുള്ള മദ്ദുകളൊക്കെ, ചിഹ്നമുള്ള മദ്ദുകളൊക്കെ നമ്മളവിടെ കാണുമ്പോൾ എന്ത് ചെയ്യാ, ഒന്ന് നീട്ടുക. മദ് മുത്തസിലുണ്ട്, മദ് മുൻഫസിലുണ്ട്. അതൊക്കെ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഇവിടെ വമാ ഉൻസിൽ, ഇതൊക്കെ ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഒക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. അപ്പോ വമാ ഉൻസിൽ, ആരും എന്ത് ചെയ്യേണ്ട, പ്രയാസപ്പെടേണ്ട, കാണാതെ പഠിക്കേണ്ട. നമ്മളിങ്ങനെ ക്ലാസ്സുകൾ ഇങ്ങനെ കേൾക്കുന്നതിലൂടെ, ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ കേൾക്കുന്നതിലൂടെ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് സംഗതി മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. വമാ ഉൻസില അലൈനാ, വമാ അവിടെ എന്തുണ്ട്, നീട്ടാനുള്ള മദ്ദുണ്ട്. അതിനുശേഷം
ഹംസ വന്നത് അടുത്ത വാക്കിലാണ്, മദ് മുൻഫസിലാണ്. അതേ വാക്കിലാണ് മദ്ദക്ഷരത്തിന് ശേഷം അതേ വാക്കിലാണ് വന്നതെങ്കിൽ മദ് മുത്തസിൽ എന്ന് പറയും. ഇവിടെ വമ എന്നുള്ളത് ഒന്നാണ് അല്ലെ, മാ എന്നുള്ളത് ഒന്നാണ്, ഉൻസില എന്നുള്ള മറ്റൊന്നാണ്. അപ്പോൾ മറ്റൊരു പദങ്ങളിലായിട്ടാണ് വന്നെങ്കിൽ മദ് മുൻഫസിലാണ്. പിന്നെ ഇവിടെയൊക്കെ മദ്ദുണ്ട് അല്ലേ, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അല്പം നീട്ടുക. وما أنزل على إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى والنبيون من ربهم ശദ്ദുള്ള നൂനാണ് മണിക്കണം. അതുപോലെ തന്നെ മിർ റബ്ബിഹിം നേരത്തെ പറഞ്ഞു, ലാമ നൂനിന്റെ ശേഷം വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കൊന്നും ചെയ്യണ്ട. ഇദ്ഗാമും ബിലാഗുന്നയുടെ അക്ഷരമാണ് ലാമു റാ, ഇതെന്ത് ചെയ്യുക, നേരെ കൂട്ടി യോജിപ്പിക്കുക. ഇപ്പൊ മനസ്സിലായല്ലോ, മിർ റബ്ബി, മിർ നൂനില്ലാത്തതുപോലെ, നൂനിനെ റായിലേക്ക് കൊടുത്തതാണ് സംഗതി. റായിലേക്ക് കൊടുത്തപ്പോൾ അവിടെ നൂനില്ലാത്തത് പോലെയാണ്, അപ്പൊ റായിന് കട്ടി കൂടി. മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, ലാ നുഫർരി എന്ന് പറയരുത്. റായിന് കസ്ർ വന്നാൽ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം. റായിന്റെ രണ്ടവസ്ഥകളാണുള്ളത്. ഒന്ന് തഫ്ഖീം, വായ നിറച്ച് പറയാം, റോ റു അറു അല്ലേ, ഇതാണ് തഫ്ഖീമായിട്ട് പറയാം. റായിന് കസ്ർ വന്നാൽ, റായിന് സുക്കൂന് മുമ്പ് കസ്ർ വന്നാൽ, അതുപോലെ തന്നെ മറ്റു ഒരുപാട് പദങ്ങൾ, 2-3 പദങ്ങളുണ്ട് അല്ലേ, അങ്ങനെയൊക്കെ വരുമ്പോൾ തർഖീഖ് ചെയ്യേണ്ട അവസ്ഥകൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റായിന് കസ്ർ വന്നാൽ തർഖീഖ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ലാ നുഫർരി, നുഫർരി എന്ന് പറയുന്നത് ലാ നുഫർരിഖു, നുഫർരി ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, ലാ നുഫർരി എന്നല്ല, നുഫർരി, ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും. തൻവീന്റെ ശേഷം മീം വന്നു, ഇദ്ഗാമും ബിഗുന്ന, നൗമി, നൂന് വാവ് മീം യാ അതിൽപ്പെട്ടതാണ്. അപ്പൊ എന്ത് ചെയ്യണം, അഹദിമ്മി മണിക്കും ചെയ്യാം, അഹദിമ്മിൻഹും. അവിടെ കണ്ടില്ല, നൂന് വന്നു, സുക്കൂണിന്റെ നൂനിന് ശേഷം ഹാ വന്നു. ഹാ ഇദ്ഹാറിന്റെ അക്ഷരമാണ്, ഹംസ ഹാ ഇല്ലേ. ഇദ്ഹാറിന്റെ അക്ഷരം വന്നാൽ എന്ത് ചെയ്യണം, വെളിവാക്കണം. മിൻ വ്യക്തമാക്കി പറഞ്ഞു, അതുകൊണ്ടാണ് സുക്കൂൻ തന്നെ അവിടെ കൊടുത്തിട്ടുള്ളത്. സുക്കൂന് കൊടുത്ത, നൂനിന് സുക്കൂൻ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ വ്യക്തമാക്കേണ്ട സ്ഥലമാണ് എന്നർത്ഥം. وَنَحْنُ لَهُ مُسْلِمُونَ قُلْ آمَنَّا ഒന്നുകൂടി നോക്കി, قُلْ آمَنَّا بِاللَّهِ وَمَا أُنْزِلَ عَلَيْنَا وَمَا أُنْزِلَ عَلَى إِبْرَاهِيمَ وما أنزل على إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى والنبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. 85-ാമത്തെ ആയത്ത്. തൻവീന് ശേഷം നൂനിന്റെ ശേഷം യാ വന്നു, നൂനിന്റെ ശേഷം യാ വന്നു, കൂട്ടി യോജിപ്പിക്കുക. വമയ്യ മണിക്ക, ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. غير കൂട്ടിവയ്ക്കൽ എങ്ങനെ, ഗൈറൽ, അതിൻ്റെ ഇടയിൽ ഒരു അലിഫുണ്ട്, അതിൻ്റെ പേര് വസ്ലിൻ്റെ ഹംസ എന്ന് പറയാം. നേരെ മുകളിൽ ഒരു സ്വാദിൻ്റെ ചെറിയ ഒരു ചിഹ്നമുണ്ട്, അത് ഉച്ചരിക്കുകയില്ല. അത് കൂട്ടി വായിക്കുമ്പോൾ അത് ഉച്ചരിക്കുകയില്ല. ഗൈറൽ അല്ലേ, ആ അലിഫ് ഉച്ചാരത്തിൽ വന്നില്ല നേരെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ. ഇല്ലെങ്കിൽ ഗൈർ, ഇവിടെ നമ്മൾ നിർത്തിയാൽ വമൻ യബ്തഗി ഗൈർ
ഈ സ്ഥലത്ത് നിർത്തുകയാണെങ്കിൽ തർക്കീഖ് ചെയ്യും. റാഇന് സുക്കൂന് മുമ്പ് യാഇന് സുക്കൂന് മുമ്പ് ഫത്ഹ് വന്നാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഖൈർ ഗൈർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റാഇനെ തർക്കീഖ് ചെയ്യും. ഇനി കൂട്ടി വായിക്കും. പിന്നെ ഇനി അവിടെ നിർത്തിയിട്ട് വായിക്കുകയാണെങ്കിൽ അൽ ഇസ്ലാമി ദീന, അവിടെ നിർത്തിയപ്പോൾ കണ്ടില്ല ദീന, തൻവീൻ ഫത്ത് ആണ്. തൻവീൻ ഫത്ത് ഉള്ള സ്ഥലത്ത് നിർത്തുമ്പോൾ ഫത്ത് കൊടുത്തിട്ടാണ് ദീന എന്ന് പറഞ്ഞിട്ടാണ്, അങ്ങനെ ഒരു അലിഫും കൊടുത്തിട്ട് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. അപ്പോ ഇവിടെ വസ്ലിൻ ഹംസ തുടക്കത്തിൽ വരുന്ന സമയത്ത് അവിടെ നമ്മള് അലിഫും ലാമും ഉണ്ടെങ്കിൽ ആ വസ്ലിൻ ഹംസക്ക് ആ എന്നാണ് കൊടുക്കേണ്ടത്. ഈ ഒന്നും പറയില്ല, ആ എന്ന് പറയുള്ളൂ. അപ്പൊ അലിഫും ലാമും വരുന്ന സ്ഥലത്ത് മാത്രമേ ആ എന്ന് വരികയുള്ളൂ. ബാക്കിയുള്ള ഒരു സ്ഥലത്തും ആ എന്ന് വരികയില്ല. ഒന്നെങ്കിൽ ഈ എന്നായിരിക്കും, അല്ലെങ്കിൽ ഊന്നായിരിക്കും. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് തുടക്കത്തിലേക്ക് വരുമ്പോൾ ആയത്തിന്റെ, പ്രത്യേകിച്ച് ആയത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ അലിഫും ലാമും ഉണ്ടെങ്കിൽ മാത്രമേ ആ എന്ന് വരികയുള്ളൂ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈന്ന് വരും, അല്ലെങ്കിൽ ഊന്ന് വരും. മറ്റൊരു സ്ഥലത്തും ആ എന്ന് വരികയില്ല. അലിഫും ലാമും ഉള്ള സ്ഥലത്ത് അല്ലാഹു അല്ലെ, അവിടെ അലിഫുണ്ട് ലാമുണ്ട്. ومن يبتغي غير الإسلام دينا അവിടെ ഇഖ്ഫാ ചെയ്യണം. തൻവീന് ശേഷം ഉച്ചാരണത്തിൽ വരുന്നത് ഫ എന്നുള്ളതാണ്. ഫ ആണ്, ഇഖ്ഫായിന്റെ അക്ഷരമാണ്. فلن يقبل منه وهو في الآخرة فلن നൂനിന്റെ ശേഷം യാ ആണ് വന്നിട്ടുള്ളത്. ഇദ്ഗാം ബിഗുന്നയാണ്. ഫലയ്യു നൂനിനെ യായിലേക്ക് കൂട്ടി യോജിപ്പിച്ചു. യാ കട്ടി കൂടി, യാന് കട്ടി കൂടിയതിന്റെ പുറമെ മണിക്കുകയും ചെയ്യാം. فلن يقبل منه وهو في الآخرة من الخاسرين. وهو في الآخرة من الخاسرين. ഇവിടൊക്കെ നമ്മൾ ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വഹുവ ഫിൽ ആഖിറത്തി എന്നൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അവളെങ്ങനെ ഓതും ഫില്ലാഖിറത്തി എന്ന് പറഞ്ഞാണ് ഫില്ലാന്നായിട്ടുള്ളൂ. അപ്പൊ അവിടെ ലാമിന് സുക്കൂനുണ്ട്, പോയി അല്ലേ. ആ എന്നുള്ളത് അക്ഷരം പോയി, ആ എന്നുള്ള നീട്ടാനുണ്ട്, അതും പോയി. ഫില്ലാന്നായത് ഫില്ലാഖിറത്തി. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ അറിയാതെ ഓതാൻ സാധ്യതയുണ്ട്. സ്പീഡിലൊക്കെ ഓതുമ്പോ ശ്രദ്ധിക്കാത്തതുകൊണ്ടുള്ള കുഴപ്പം വരികയാണ്. അല്ലാതെ നമുക്ക് അറിയാത്തതുകൊണ്ടല്ല. എന്താന്ന് വെച്ചപ്പോൾ നമ്മൾ അവിടെ എങ്ങനെയാ ഓതുന്നത്, അപ്പൊ നമ്മളിങ്ങനെ നോക്കും. ആ ഫിൽ, പിന്നെ ആ എന്നുള്ള നീട്ടാനാണ് അല്ലേ. ആ ലാമിന്റെ നടുവിലാണ് വന്നിട്ടുള്ളത്, മധ്യത്തിലാണ്. അപ്പൊ ആ എന്നാണ് വായിക്കുന്നത്. ഫിൽ ആഖിറത്തി. ആ അപ്പൊ ശരിയായി. അങ്ങനെയാണ് നോക്കുമ്പോ നമുക്ക് തീരുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യൂല, ഫിൽ ആഖിറത്തി എന്ന് പറഞ്ഞ ഒറ്റപ്പോക്കാട് പോകും. നിങ്ങളെ കാര്യം മാത്രമല്ല, നമ്മളെ കാര്യം അങ്ങനെ തന്നെ. എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് വരുന്ന പിഴവുകളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റുക. ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ മാറ്റാനാ പറഞ്ഞ. എല്ലാവരും ഇപ്പൊ അങ്ങനെ ഓതുന്നല്ല. എല്ലാവരും അത്യാവശ്യമൊക്കെ നല്ല ഓതുന്ന ആളുകളാണ്. ഖത്മുകളൊക്കെ ധാരാളം എപ്പോഴും സ്ഥിരമായിട്ട് ഖത്മുകളൊക്കെ തീർക്കുന്നവരാണ്. എന്നൊക്കെ പലരും ഖത്മുകളൊക്കെ തീർക്കുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് ഖത്മുകൾ തീർത്തിട്ടുണ്ട്. അതൊക്കെ പോരായ്മകളൊക്കെ ഉസ്താദ് പരിഹരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ധാരാളം ഖത്മുകളൊക്കെ തീർത്തിട്ടുണ്ട്. ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോഴാണ്, നമ്മുടെ ക്ലാസ്സുകളും അല്ലാത്ത ക്ലാസ്സുകളൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ, ആ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മളെ പോരായ്മകളൊക്കെ മനസ്സിലാവുന്നത്. ഒരുപാട് ഖത്മുകളൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഓതാം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ പറയുമ്പോൾ അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയാണ് പറയുന്നത്. وهو في الآخرة من الخاسرين. ഒന്നുകൂടെ ومن يبتغي എന്ന് നീളാൻ സാധ്യതയുണ്ട്. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. 86 ഒന്ന് ഫാസ്റ്റ് ആക്കാണ്. ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാ, അത്യാവശ്യമുള്ളത് പറയുള്ളൂ. കൈഫ യഹ്ദി എന്നാണുള്ളത്. കൂട്ടി വയ്ക്കുമ്പോ യഹ്ദില്ലാഹു, ദാലിന് കസറാണ്. അള്ളാഹു എന്ന വാക്കിന് മുമ്പ് കസർ വന്നാൽ ല എന്നാണ് ഉച്ചരിക്കുന്നത്. അള്ളാഹു എന്നുള്ള ല എന്നാണ് ഉച്ചരിക്കേണ്ടത്.
കസറ അല്ലെങ്കിൽ അല്ലാഹ് അല്ലേ, അല്ലാഹ്. كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول شد الله نوران وشهدوا أن الرسول حق شد الله نوري കൂട്ടി വായിക്കുമ്പോൾ അന്നറ ല്ലേ, അലിഫും ലാമും ഉച്ചാരണത്തിൽ വരുന്നില്ല. وشهدوا أن الرسول حق وشهدوا أن الرسول حق وجاءهم البينات. താഇന് സുക്കൂന് മുമ്പ് നീട്ടാനുണ്ട്, മദ്ദ ആരിദ് വന്നു. والله لا يهدي القوم الظالمين. നൂനിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്, മദ്ദ ആരിദ് വന്നു. كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق وجاءهم البينات والله لا يهدي القوم الظالمين. 87 أولئك جزاؤهم أن عليهم لعنة الله. أولئك അവിടെ മദ് മുത്തസിലാണ് അല്ലേ, മുത്തസില് മദ്ദക്ഷരം ഉലേ എന്ന് നീട്ടാനുള്ള അക്ഷരം വന്നു. അതിനുശേഷം ഈ എന്ന ഹംസ വന്നത് അതേ വാക്കിലാണ്, ഒരേ വാക്കിലായതുകൊണ്ട് മദ് മുത്തസിലാണ്. ജസാഉഹും ജസാഉ ല്ലേ, അവിടെയും നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നത് ഉ എന്നുള്ളത്, വാവിന്റെ മുകളിലാണ് ഉ എന്നുള്ളത്. ഹംസ വന്നത് അതേ വാക്കിലാണ്, മദ് മുത്തസിലാണ്, നീട്ടുക. ഉലൈക ആണ് നീട്ടുക. أولئك جزاؤهم أن عليهم لعنة الله والملائكة والناس أجمعين. ഉലൈക എന്നുള്ള നമ്മൾ എപ്പോഴും ഓതി പരിചയമുള്ളതാണ്. വാവിന്റെ മുകളിൽ ഒരു സുക്കൂനുള്ളത്, സുക്കൂനല്ല, ഒരു 0 മാർക്ക് ഉണ്ട് അല്ലേ, അത് ആ വാവ് ഉച്ചരിക്കുകയില്ല എന്നതിന്റെ അടയാളമാണ്. അതുപോലെയല്ല എവിടെ വന്നാലും അത് ഉച്ചരിക്കുകയില്ല. ഉലൈക ജസാഉഹും അന്ന അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. വൽ മലായികതി അവിടെയും മദ് മുത്തസിലാണ്. അജ്മഈൻ നിർത്തിയപ്പോൾ എവിടെ നിർത്തുമ്പോഴോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. മദ് പിന്നെ മദ് ആരിദ് വരും. 88-ാമത്തെ ആയത്ത് ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻളറൂൻ. ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻളറൂൻ. നൂനിന്റെ സുക്കൂനെ തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ളതാണ് അല്ലേ. വലാഹും ഇവിടെ മീമിന് കണ്ടില്ലേ, മീമിന്റെ നിയമങ്ങളൊന്ന് പറയാം. മീമിന്റെ നിയമങ്ങൾ, സുക്കൂണുള്ള മീമിന്റെ ശേഷം മീമ് വന്നാൽ സുക്കൂണുള്ള മീമൻ, അതുപോലെ തന്നെ നേരത്തുള്ളത് സുക്കൂണുള്ള നൂനായിരിക്കണം, സുക്കൂണുള്ള മീമായിരിക്കണം. സുക്കൂണുള്ള മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്. ഇവിടെ സുക്കൂണുള്ള മീമ് വന്നില്ലേ, ഹും മീമിന്റെ ശേഷം യാ ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ സുക്കൂണുള്ള മീമിന്റെ ശേഷം മീമ് തന്നെ വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, മീമിനെ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക, എന്നിട്ട് മണിക്കുക. അപ്പോൾ ഒരു മീമ ഉണ്ടാവുകയുള്ളൂ. ഇനി സുക്കൂണുള്ള മീമിന്റെ ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യും, മറച്ച് മണിക്കും. മീമിന്റെ ശേഷം ബാ വന്നാൽ മറച്ച് മണിക്കും. ബാക്കിയുള്ള 26 അക്ഷരങ്ങൾ, 28 അക്ഷരമാണ് അറബിയിലുള്ളത്, 26 അക്ഷരങ്ങൾ. ബാക്കി ഇപ്പോൾ 2 പറഞ്ഞു, മീമും ബാവും. ഇതല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും അതിൽപ്പെട്ടതാണ് യാ. വലാഹും
അപ്പോൾ ബാക്കി ഏത് വന്നാലും മീമിനെ വ്യക്തമാക്കി പറയണം, ഇൽഹാർ ചെയ്തുകൊണ്ട് പറയണം. വലാഹും എന്ന് പറയുമ്പോൾ വ്യക്തമാക്കുമ്പോൾ വായ ചുണ്ട് പൂടണം, അപ്പേ ഇൽഹാർ ആവുകയുള്ളൂ. വലാഹും യുൻളറൂൻ خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون. 89 إلا الذين تابوا من بعد ذلك تابوا അവിടെ കണ്ടില്ലേ, നിർത്തിയപ്പോൾ നീട്ടി. താബു നിർത്തിയാൽ ഇല്ലെങ്കിൽ ആ നീട്ടാടൻ വരും. ശേഷം ഒരു അലിഫുണ്ട്, അലിഫിന്റെ മുകളിൽ നേരത്തെ പറഞ്ഞ ചിഹ്നം വന്നു, ആ അലിഫ് ഉച്ചരിക്കുകയില്ല. ഇല്ലല്ലദീന താബു നിർത്തുന്നില്ല എങ്കിൽ ഇല്ലല്ലദീന താബു മിൻ ബഅദി ദാലിക്, മിൻ ബഅദി എന്നുള്ളത് സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബാ വന്നു. നൂനിന്റെ നിയമങ്ങൾ നേരത്തെ പറഞ്ഞു. നൂനിന്റെ ശേഷം ബാ വന്നാൽ നൂനിന്റെ സ്ഥാനത്ത് മീമ് കൊടുക്കണം. മിൻ എന്നുള്ളത് മിൻ ബഅദി ദാലിക് وأصلحوا فإن الله غفور رحيم. ശബ്ദമുള്ള നൂന് മണിക്കണം. ഗഫൂറുർ റഹീം. തൻവീൻ ശേഷം റാ വന്നു. നേരത്തെ പറഞ്ഞു ലാമോ റാ വന്നാൽ നൂനിന്റെ ശേഷമോ തൻവീനിന്റെ ശേഷമോ സുക്കൂണുള്ള നൂനിന്റെ ശേഷമോ റാ ലാമോ വന്നാൽ ഇദ്ഗാമും ബിലാവുന്ന നേരെ കൂട്ടി യോജിപ്പിക്കുക. ഗഫൂറുൻ എന്നുള്ളത് ഗഫൂറുർ റഹീം. ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. തൊണ്ണൂറാമത്തെ ആയത്ത് ഇന്നല്ലദീന കഫറൂ നീട്ടാനുണ്ട്, നിർത്തി. അപ്പൊ അങ്ങനെയാണ് നിർത്തേണ്ടത്. ഇന്നല്ലദീന കഫറൂ ബഅദ ഈമാനിഹിം സുമ്മസ്ദാദു. അവിടെ ശബ്ദമുള്ള മീമാണ്, അത് മണിക്കുക. സുക്കൂണുള്ള മീമല്ല, അതിന് മുമ്പുണ്ട്. ഈമാനിഹിം അല്ലെ, മീമിന്റെ ശേഷം ഒന്ന് അവിടെ ചെയ്യണം, ഇൽഹാർ ചെയ്യണം, വ്യക്തമാക്കണം. മീമിന്റെ നിയമമാണ്. മീമിന്റെ ശേഷം മീം വന്നാൽ, മീമിന്റെ ശേഷം ബാ വന്നാൽ, ബാക്കി ഏത് വന്നാലും ഇൽഹാർ ചെയ്യണം. മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാമും ബിഗുന്ന. മീമിന്റെ ശേഷം ബാ വന്നാൽ മറച്ചു പണിക്കുക. ഇവിടെ വ്യക്തമാക്കണം. ഈമാനിഹിം സുമ്മസ്ദാദു കുഫ്റാ. തൻവീൻ ഫത്ത് ആണ്. തൻവീൻ ഫത്ത് മാത്രമേ നിർത്തുമ്പോൾ കുഫ്റ എന്ന് പറയുള്ളൂ. കുഫ്രിൻ എന്നാണെങ്കിൽ അവിടെ നിർത്തുമ്പോൾ കുഫർ അല്ലേ, അതായത് സുക്കൂനാണ് കൊടുക്കേണ്ടത്. തൻവീൻ ലൊമ്മാണെങ്കിലും റായിന് സുക്കൂനാണ് കൊടുക്കുക. തൻവീൻ ഫത്ത് ആക്കുമ്പോൾ നിർത്തുമ്പോൾ കുഫ്റ, നിർത്തുന്നില്ലെങ്കിൽ കുഫ്റല്ല, അവിടെ നിർത്തുമ്പോൾ ശ്രദ്ധിക്കുക. തൻവീനേഷൻ ലാമോ റോ വന്നാൽ കുഫ്റൻ ല എന്ന് പറയുന്നത് കുഫ്റൻ. തൻവീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുഫ്റൻ അതാണ് ഉച്ചാരണം അല്ലേ. കുഫ്റൻ നിർത്തുമ്പോൾ കുഫ്ര എന്ന് പറയും. നിർത്തുന്നില്ല എങ്കിൽ ശേഷമുള്ള ലാമായതുകൊണ്ട് കുഫ്റല്ലൻ തുഖ്ബല തൗബതുഹും വഉലൈക ഹുമുദ്ദാല്ലൂൻ. തൗബതുഹും അവിടെ പ്രത്യേകം ശ്രദ്ധിക്കും. വാവും ഫാവും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം. لن تقبل توبتهم وأولئك هم الضالون. അവിടെ മദ് ലാസിമാണ് അല്ലേ. മദ് ലാസിം എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായിട്ട് സുക്കൂൻ ഉണ്ടാവുക അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാവുക, ഇതൊക്കെ ചെയ്താൽ മദ് ലാസിമാണ് വരിക. ഒന്നോത് നോക്കിയും ശബ്ദമുള്ള നൂന് പറയാം. പിന്നെ പാട്ടിനോടത്ത് മാത്രമല്ല, എവിടെ കണ്ടാലും ഒന്ന് മണിക്കുക. ഇന്നല്ലദീന കഫറൂ ബഅദ ഈമാനിഹിം ثم ازدادوا كفرا لن تقبل توبتهم وأولئك هم الضالون. 91
ഇന്നല്ലദീന കഫറൂ വമാതു വഹും കുഫാറുൻ ഫലൻ യുഖ്ബല മിൻ അഹദിഹിം മിൽഉൽ അർദ്. ഇവിടെ കണ്ടില്ലേ, അഹദിഹിം മി തൻവീന്റെ സുക്കുള്ള മീമിന്റെ ശേഷം മീം വന്നു. ഇദ്ഗാമും ബിഗുന്നയാണ്. അഹദിഹിം മിൽഉൽ അർദി ദഹബ فلن يقبل من أحدهم ملء الأرض ذهبا ولو افتدى به നിർത്തിയപ്പോൾ ഹാഇന് സുക്കൂൻ കൊടുത്തു. ബിഹ് أولئك لهم عذاب أليم وما لهم من ناصرين. നൂന് വന്നു. നൗമി നൂന് വാവ് മീമ് യാ. നൂനിന്റെ ശേഷമോ തൻവീന്റെ ശേഷമോ നൂന് വാവ് മീമ് യാ എന്നീ വന്നാൽ ഇദ്ഗാം ബിഗുന്നയാണ്. കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. മിന്ന ഒന്നായി മണിക്കും ചെയ്യാം. മിന്നസിരീൻ വമാ ലഹും അവിടെ മീമിന്റെ ശേഷം മീം വന്നു. ഇദ്ഗാം ബിഗുന്നയാണ്, മീമിന്റെ നിയമമാണ്. മീം വന്നാൽ മീമിന്റെ സുക്കൂനുള്ള മീമിന്റെ നിയമം നോക്കുക. നൂന് വന്നാൽ അല്ലെങ്കിൽ തൻവീൻ വന്നാൽ തൻവീന്റെയും നൂന്റെയും നിയമങ്ങൾ നോക്കുക. രണ്ടും വെവ്വേറെയാണ് അല്ലേ? മീമും നൂനും വെവ്വേറെയാണ്. നൂനും തൻവീനും ഒന്നാണ്. ഇന്നല്ലദീന കഫറൂ വമാതു വഹും കുഫാറു ഫലൻ യുഖ്ബല മിൻ അഹദിഹിം മിൽഉൽ അർദി ദഹബ വലൗ ഇഫ്തദാ ബിഹി أولئك لهم عذاب أليم وما لهم من ناصرين. അദാബുൻ എന്ന തൻവീൻ വന്നു. ശേഷമുള്ളത് ഇളാന്റെ അക്ഷരമായ ഹംസയാണ്. ആ ഇ ഉ ഹംസയാണ്. അപ്പൊ എന്ത് ചെയ്യണം? അദാബുൻ എന്ന് വ്യക്തമാക്കി പറയണം. അദാബുൻ അലീമു വമാ ലഹും മിൻ നാസിരീൻ. لن تنالوا البر حتى تنفقوا مما تحبون. لن ഇഖ്ഫാ നൂനിന്റെ ശേഷം ത ആണ് വന്നിട്ടുള്ളത്. ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിക്കണം. ലൻ തനാലു എന്ന് പറയത് നൂനിന്റെ ശേഷം ഇളാന്റെ അക്ഷരമല്ല. ലൻ തനാലുൽ കൂട്ടി വെക്കുക. തനാലു എന്നാണുള്ളത്. കൂട്ടി വെക്കുമ്പോൾ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ശദ്ദുള്ള മീമാണ്, മണിക്ക. وما تنفقوا من شيء فإن الله به عليم. فإن الله به عليم. ശദ്ദുള്ള നൂനാണ്, മണിക്ക. لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. 93 كل الطعام كان حلا لبني إسرائيل إلا ما حرم إسرائيل. كل الطعام كان حلا لي ഉച്ചാരണത്തിൽ വരുന്ന തൻവീൻ ഫത്ഹിന്റെ ശേഷം തൻവീന്റെ ശേഷം ലാം വന്നു. ഹില്ലൻ ലി എന്നല്ല, ഹില്ലൻ ലി ബനി ഇസ്രായീൽ എന്നുള്ള മദ് മുത്തസിലാണ്. ലിബനി എന്നുള്ളത് മദ് മുൻഫസിലാണ്. كل الطعام كان حلا لبني إسرائيل إلا ما حرم إسرائيل
إلا ما حرم إسرائيل على نفسه من قبل أن تنزل التوراة من قبل إخفاجنا أن تنزل إخفاجنا توراة نرتيب التوراة تأنا حاكمتي قل فأتوا بالتوراة فاتلوها إن كنتم صادقين فاتلوها എന്ന് പറയുന്നത് ഫഊ എന്ന് പറയുന്നത് ഫഈ എന്ന് പറയുന്നത് ഫത്ലൂഹ അതിൻ്റെ ഇടയിലുള്ളത് വസലിൻ ഹംസയാണ്. വസലിൻ ഹംസ കൂട്ടി വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ പറയുകയില്ല. ഫത്ലൂഹ. കുല്ലു ത്വആമി കാന ഹില്ലൻ ലിബനീ ഇസ്രായീല ഇല്ലാ മാ ഹറമ ഇസ്രായീൽ إلا ما حرم إسرائيل على نفسه من قبل أن تنزل التوراة قل فأتوا بالتوراة فاتلوها إن كنتم صادقين. 94 فمن افترى على الله الكذب من بعد ذلك من നൂനിന്റെ ശേഷം ബ വന്നു. നൂനിന്റെ ശേഷം ബ വന്നു. നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കുക. നൂനിന്റെ ശേഷം ബ വന്നാൽ നൂനിന്റെ സ്ഥാനത്ത് മീമാക്കി കൊടുക്കുക. മിൻ എന്നുള്ളത് മിൻ ബഅദി ദാലിക ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ഒന്നുകൂടെ فمن افترى على الله الكذب من بعد ذلك فأولئك هم الظالمون. فأولئك هم الظالمون. 95 قل صدق الله قل صدق الله. هاي سكون കൊടുത്തു. فاتبعوا ملة إبراهيم حنيفا وما كان من المشركين. قل صدق الله فاتبعوا ملة إبراهيم حنيفا وما كان من المشركين. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. وهدى إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. فيه آيات بينات مقام إبراهيم. فيه آيات بينات تنوين آيات എന്ന തൻവീൻ ഉണ്ടായിരുന്നു. തൻവീന് ശേഷം ബ ആയതുകൊണ്ട് ആ തൻവീന്റെ സ്ഥാനത്ത് മീം കൊടുത്തു. കാരണം തൻവീന് ശേഷം ബ വന്നാൽ തൻവീനെ മാറ്റി മീമാക്കി കൊടുക്കണം അല്ലേ? അതാണ് നിയമം. ആയാതുൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിന. ദഖലഹു ഹു എന്നുള്ളത് നീട്ടണം. മുമ്പും ശേഷവും സുക്കൂൻ ഇല്ല, അതുകൊണ്ടാണ് നീട്ടൽ വന്നത്. സുക്കൂൻ ഉണ്ടെങ്കിൽ രണ്ടാലൊരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല.
ومن دخله كان آمنا تنوين فتح تنوين فتح نرتم آمنا ولله على الناس حج البيت من استطاع إليه سبيلا من استطاع من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين قل يا أهل الكتاب لم تكفرون بآيات الله والله شهيد على ما تعملون شهيد تنوين ശേഷം ഐൻ വന്നു ഉദാഹരണ അക്ഷരമാണ് തൻവീന്റെ ശേഷം സുക്കുള്ള നൂനിന്റെ ശേഷം ഹംസ ഐന് ഇവിടെ ഐന് വന്നു ഷഹീദുൻ അലാ മാ തഅമലൂൻ قل يا أهل الكتاب لم تكفرون بآيات الله والله شهيد على ما تعملون قل يا أهل الكتاب لم تصدون عن سبيل الله من آمن تبغونها عوجا وأنتم شهداء മദ് മുത്തസ്സിലാണ് ഹംസക്ക് സുക്കൂന് തൊട്ടുമുമ്പുള്ളത് അല്ലേ നീട്ടാനുള്ള അക്ഷരം വന്നു നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്ന് അതേ വാക്കിലാണ് ശുഹദാ മൻ ആമന അവിടെയും ഇദ്ഗാർ ചെയ്യണം ഇദ്ഗാറുള്ള സ്ഥലത്തൊക്കെ എന്ത് ചെയ്യും സുക്കൂനുള്ള നൂനിന് അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും തൻവീനേശം വാവ് വന്നു നൗമി നൂന് വാവ് മീമ് യാ എന്നിവ ഏതെങ്കിലും അക്ഷരം വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ് കൂട്ടി യോജിപ്പിക്കുക മണിക്കുക വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ തൻവീന് ശേഷം ഐന് വന്നു ഇദ്ഗാർ ചെയ്യണം ഇദ്ഗാറിന്റെ പെട്ടെന്നുള്ള ഒരു അടയാളമാണ് എന്ത് ആ രണ്ട് കസർ ഉണ്ടല്ലോ രണ്ട് ഫത്ത് ആയാലും രണ്ട് കസർ ആയാലും ശേഷമുള്ള ഇദ്ഗാറിന്റെ അക്ഷരമാണ് ഒന്ന് പെട്ടെന്ന് തിരിയാൻ വേണ്ടി താഴെ കസർ രണ്ടും ഒരേ ലെവലിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ബിഗാഫിലിൻ നേരെ മുകളിൽ കണ്ടില്ലേ ഐവജൻ എന്ന തൻവീനും ഗാഫിലിൻ എന്ന തൻവീനും വ്യത്യാസമുണ്ട് നേരെ ഒരേ ലെവലാണ് ഗാഫിലിൻ എന്നുള്ളിടത്ത് വന്നിട്ടുള്ളത് തൊട്ട് മുകളിൽ രണ്ട് സൈഡിലായിട്ടാണ് വന്നിട്ടുള്ളത് നോക്കി അതിന്റെ ചെറിയൊരു വ്യത്യാസം കണ്ടില്ലേ ഖുറാനിലായാലും ഒക്കെ ഉണ്ടാവും അപ്പൊ ആ ഒരു വ്യത്യാസം എന്താണ് അത് ഇദ്ഗാറാണ് എന്നുള്ളത് വ്യത്യാസമാണ് ബിഗാഫിലിൻ എന്നുള്ളിടത്ത് قل يا أهل الكتاب لم تصدون عن سبيل الله من آمن تبغونها عوجا وأنتم شهداء من آمن تبغونها عوجا وأنتم شهداء
വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. 100-ാമത്തെ ആയത്താണ്. يا أيها الذين آمنوا إن تطيعوا فريقا من الذين أوتوا الكتاب يا أيها الذين آمنوا إن تطيعوا فريقا من الذين നൂന് നിർത്തിയപ്പോൾ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ളതാണ്. മധ്യ ആരിൽ തോന്നുന്നു. إن تطيعوا فريقا തൻവീന്റെ ശേഷം മീം വന്നു. നൂന് വാവ് മീമയായി കൂട്ടി യോജിപ്പിക്കാൻ മണിക്കാൻ. മിനല്ലദീന ഇവിടെ തുടക്കത്തിൽ മീ എന്ന് പറഞ്ഞപ്പോൾ ശബ്ദ ഇല്ല. അതങ്ങനെ തന്നെ. ശബ്ദ നമ്മൾ തുടക്കത്തിൽ ശബ്ദ ഉണ്ടാവുമ്പോൾ ആ ശബ്ദം ഒഴിവാക്കും. നേരെ മറിച്ച് മുമ്പുള്ളതിനോട് ചേർത്തിട്ടാണെങ്കിൽ വരുന്നതെങ്കിൽ അപ്പൊ ശബ്ദ വരും ചെയ്യും. മിനല്ലദീന ഊതുൽ കിതാബ യറുദ്ദൂകും ബഅദ ഈമാനികും കാഫിരീൻ. യറുദ്ദൂകും മീമിന്റെ ശേഷം ബ ഒന്ന് ഇഖ്ഫാ ചെയ്യണം. മീമിന്റെ നിയമങ്ങൾ 3 മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫാ, ബാക്കി ഏത് വന്നാലും ഇദ്ഹാർ. ഇവിടെ ഇഖ്ഫാ ആണ്. യറുദ്ദൂകും ബഅദ ഈമാനികും കാഫിരീൻ. അപ്പം ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി നന്നായി പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിലും നമ്മൾ അതുപോലെ ഓതാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ള ഒന്നാണ് ചിലപ്പോഴൊക്കെ മനസ്സിലാവുന്നത്. ചിലതൊക്കെ ശ്രദ്ധയുള്ള നൂന് മണിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ മണിക്കണില്ല. കാണുമ്പോൾ നമ്മളവിടെ മണിക്കാൻ വേണ്ടി ശ്രമിക്കണില്ല. ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓതുമ്പോൾ ഇങ്ങനെ മനസ്സിലേക്ക് വരണം. അത് നമ്മൾ കൊണ്ടുവരികയും ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് 84 ആയത്ത് മുതൽ 100 വരെയാണ് ഓതിയിട്ടുള്ളത്. കവിന്റെ പരമാവധി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കുകയും ഓതുകയും ഒക്കെ ചെയ്യാം. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂവാറ്റപ്പുഴയിലുള്ള ജലീന എന്ന് പറയുന്ന സഹോദരി 2 ഖാത്തമ്പ് തീർത്തിട്ടുണ്ട്. ഉപ്പയുടെ ആണ്ടിൻ്റെ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചിട്ട് 9 വർഷമായി എന്നൊക്കെ പറഞ്ഞു. അവർക്കൊക്കെ വേണ്ടിയാണ് ഓതിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അല്ലാഹു തആല പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെ ഹദിയ ആരുടെ ഹദറത്തിലേക്കാണോ ഉദ്ദേശിച്ചത് അവർക്ക് വേണ്ടി എന്ത് ചെയ്യുക, ഹദിയ ചെയ്യുക. അതുപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കൊക്കെ വേണ്ടി ഹദിയ ചെയ്യുക. അതൊക്കെ നമുക്ക് നമ്മുടെ കൂലി നഷ്ടപ്പെടാതെ അവരിലേക്കൊക്കെ എത്തും. അതിൻ്റെയൊക്കെ മിസ്ലു സവാബ് അല്ലാഹു തആല അവരിലേക്കൊക്കെ എത്തിച്ച് അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു സഹോദരി ഇബാദത്ത് ചെയ്യുമ്പോഴുള്ള പ്രയാസങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റുള്ള പ്രയാസങ്ങൾ, ഹൃദയ സംബന്ധമായ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവിധ പ്രയാസങ്ങളും നീക്കി അല്ലാഹു തആല ആ സഹോദരിക്ക് പരിപൂർണമായിട്ടും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിലും കുടുംബജീവിതത്തിലും അതുപോലെ തന്നെ മക്കളിലൊക്കെ അതുപോലെ തന്നെ ആരോഗ്യത്തിലും എല്ലാ കാര്യത്തിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച പിന്നെ വേണ്ടപ്പെട്ട ഒരാളുടെ ആണ്ടിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞിരുന്നു. ഉപ്പയുടെ ആൾ ഭർത്താവിൻ്റെ അന്ന് ഓർമ്മയില്ല. ഏതായാലും അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് ബർസഖിയായ ജീവിതം അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഐഷാബി എന്ന് പറയുന്ന ഒരു ഉമ്മ, അവരുടെ ഭർത്താവ് പിന്നെ രോഗത്തിലാണെന്ന് പറഞ്ഞു. അല്ലാഹു തആല പരിപൂർണമായിട്ടും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് രോഗമാണെങ്കിലും, മാറാവേദി രോഗമാണെങ്കിലും എല്ലാവിധ രോഗവും അല്ലാഹു തആല പരിപൂർണമായിട്ടും ശിഫ നൽകി, ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പരിപൂർണ ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു തആല അവർക്കും നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കണ്ണൂർ കക്കാടുള്ള ഒരു ആയിഷ എന്ന് പറയുന്ന
ഒരു സഹോദരി ആക്സിഡൻറ്റിൽപ്പെട്ട് കാലിന് വല്ലാത്ത പ്രയാസം വന്നു. ഡോക്ടർമാരൊക്കെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയെന്ന് പറഞ്ഞു. അല്ലാഹു തആല പരിപൂർണമായിട്ടും ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഡോക്ടർമാരെ മടക്കിയാലും എല്ലാം ഷിഫയാക്കുന്നവൻ പടച്ച റബ്ബാണ്. വിശുദ്ധ ഖുർആന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെയൊക്കെ ഓതിയതിൻ്റെ ഒക്കെ മിസ്ല സവാബ് ഇതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല അവർക്ക് പരിപൂർണ്ണ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ റംലത്ത് എന്ന് പറയുന്ന സഹോദരി കടം വീടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കടം വീടിയൊക്കെ റാഹത്തായിട്ട് നല്ല റാഹത്തായിട്ട് ഹജ്ജ് ഉംറൊക്കെ പ്രത്യേകിച്ച് ഉംറൊക്കെ ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അതിനൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കും നമുക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു സഹോദരി പടലിക്ക് വല്ലാതെ ഒരു സർജറി കഴിഞ്ഞു. ഇപ്പോൾ അതിനോടനുബന്ധിച്ചാണോ അല്ലേ എന്നറിയില്ല, കൈക്ക് ഒരു പ്രയാസം വന്നിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു തആല അതൊക്കെ പരിപൂർണമായിട്ടും ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ സ്ഥിരം പ്രേക്ഷകരായ ഇതൊക്കെ നമ്മൾ സ്ഥിരം പ്രേക്ഷകരാണ്. അതുപോലെ തന്നെ മദീന വയനാട് എന്ന് പറയുന്ന ഒരു സഹോദരി ഭർത്താവ് ജോലിയില്ലാതെ ഗൾഫിലാണെന്ന് പറഞ്ഞു. അല്ലാഹു തആല അവരുടെയൊക്കെ ജോലി നല്ല ഹൈറായ ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിനൊക്കെ പോറ്റാനൊക്കെ ഉതകുന്ന രൂപത്തിലുള്ള നല്ല ഹൈറായ ജോലി അല്ലാഹു തആല എത്രയും പെട്ടെന്ന് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിന് എല്ലാ നിലക്കും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നജ്മ എന്നവർ ഉമ്മ മരണപ്പെട്ടു. ഉമ്മക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മകൻ്റെ വിവാഹമൊക്കെ ശരിയാകാൻ വേണ്ടിയൊക്കെ പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ക്ഷമിക്കണം. അതുപോലെ തന്നെ മൈമൂന എന്ന് പറയുന്ന സഹോദരി ചെറുമകൻ്റെ മൂക്കിന് സർജറി കഴിഞ്ഞു എന്നാണോ കഴിയാൻ പോകുന്നു എന്നൊന്നും അറിയില്ല. ഏതായാലും വേണ്ടില്ല ഒക്കെ അല്ലാഹു തആല റാഹത്തായി കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായിട്ടും ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഈ പറയപ്പെട്ടതും അതുപോലെ തന്നെ ഇനി പറഞ്ഞതും പറയാൻ ഒരുപാട് ഉദ്ദേശങ്ങളുള്ളവരൊക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാവിധ ഉദ്ദേശങ്ങളും പരിപൂർണമായിട്ടും നമ്മിൽ നിന്നും പരിപൂർണമായിട്ടും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പറയപ്പെട്ടവരുടെയും അതുപോലെ തന്നെ പറഞ്ഞതും പറയാത്തതുമായ എല്ലാം ഒരുപാട് ആളുകൾ പല സമയത്തായിട്ടും പല നിലക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഇന്ന് നിലക്കായിട്ട് പ്രത്യേകമായിട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അറിയിച്ചത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റഹ്മാനെ റബ്ബെ നീ പൂർത്തീകരിച്ച് നൽകണം. റഹ്മാനെ നീ പൂർത്തീകരിച്ച് നൽകണം. റഹ്മാനെ ആഫിയത്തും ദീർഘായുസ്സും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണം. റഹ്മാനെ ഈ പറയപ്പെട്ടതും അതുപോലെ തന്നെ നമ്മിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. റഹ്മാനെ റബ്ബെ അവിടെ ഖബർ ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണം. അല്ലാഹ് നീ സന്തോഷത്തിലാക്കി കൊടുക്കണം. റഹ്മാനെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണം. റഹ്മാനെ സ്വർഗീയ അനുഭൂതി അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം. റഹ്മാനെ സ്വർഗീയ ഭക്ഷണം കൊണ്ടും സ്വർഗീയ പാനീയം കൊണ്ടൊക്കെ നീ അനുഗ്രഹിക്കണം. റഹ്മാനെ കണ്ണെത്താൻ ദൂരത്തേക്ക് നീ വിശാലമാക്കി കൊടുക്കണം. റഹ്മാനെ റബ്ബെ നാളെ മഹ്ശറിൽ ഒക്കെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് റഹ്മാനെ റബ്ബെ നിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നീ ഉൾപ്പെടുത്തണം. റഹ്മാനെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നീ ഉൾപ്പെടുത്തണം. റഹ്മാനെ റബ്ബെ തിരു ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം. റഹ്മാനെ റബ്ബെ അവിടുത്തെ ജിവാറിൽ നിന്നുകൊണ്ട് റഹ്മാനെ റബ്ബെ നിന്റെ ലിഖാ കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും ഞങ്ങളെ മാതാപിതാക്കൾ റഹ്മാനെ റബ്ബെ ഞങ്ങളാക്കിയ മാതാപിതാക്കൾ ഉസ്താദുമാരെ ഭക്ഷണം തന്നിട്ട് സഹായിച്ചവർ അയൽവാസികൾ കൂട്ടുകാർ കുടുംബക്കാർ റഹ്മാനെ റബ്ബെ സഹപ്രവർത്തകർ റഹ്മാനെ റബ്ബെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവരൊക്കെ നീ ജന്നാത്തിൽ ഫിർദൗസിൽ നിന്റെ ഹബീബ് ഞങ്ങളുടെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഒരുമിച്ച് കൂട്ടി നിന്റെ കാണുന്നവരിൽ നീ ഉൾപ്പെടുത്തണം. റഹ്മാനെ നീ ഉൾപ്പെടുത്തണം. റഹ്മാനെ പലരും പല പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്, സന്തോഷങ്ങൾ പറഞ്ഞവരുണ്ട്. റഹ്മാനെ റബ്ബെ എല്ലാവിധ പ്രയാസങ്ങളും നീക്കി നീ പരിപൂർണമായിട്ട് ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണം. റഹ്മാനെ സന്തോഷം നൽകണം. റഹ്മാനെ കുടുംബജീവിതത്തിൽ മക്കളിൽ റഹ്മാനെ റബ്ബെ പ്രത്യേകിച്ച് ഞങ്ങളെ ഇബാദത്തുകൾ ഞങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലും അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകണം. റഹ്മാനെ നല്ല ഈമാൻ നൽകണം. റഹ്മാനെ നല്ല ഇഖ്ലാസ് തഖ്വ നൽകണം. റഹ്മാനെ ഈമാനിലായിക്കൊണ്ട് പൂർണ്ണ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലായിക്കൊണ്ട് അടിയുറച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം. റഹ്മാനെ മരണം ഖൈറാവുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ
ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് റഹ്മാനെ റബ്ബേ ഒരു ബാധ്യതയുമില്ലാതെ റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ റഹ്മാനെ റബ്ബേ ഞങ്ങളെ മയ്യത്ത് പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് റഹ്മാനെ റബ്ബേ ബാധ്യതകളൊക്കെ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മറ്റുള്ളവർ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ല റഹ്മാനെ. ബാധ്യതകളൊന്നുമില്ലാതെ എല്ലാവിധ ബാധ്യതകളും തീർത്തുകൊണ്ട് റഹ്മാനെ റബ്ബേ അതുപോലെ തന്നെ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ നിർവഹിച്ചുകൊണ്ട് റഹ്മാനെ റബ്ബേ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഈ തൗഫീഖ് നൽകണം റഹ്മാൻ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാനും ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. നീ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യണം റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ആരൊക്കെ ഉണ്ടോ റഹ്മാനെ റബ്ബേ ഞങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ സഹകരിക്കുന്നവർ സഹായിക്കുന്നവർ റഹ്മാനെ റബ്ബേ ഞങ്ങൾ സ്ഥിരം പ്രേക്ഷകരായ ഒരുപാട് ആളുകൾ റഹ്മാനെ റബ്ബേ സഹോദരിമാരുണ്ട് ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് റഹ്മാനെ റബ്ബേ എല്ലാവരെയും നീ കബൂലാക്കണം അല്ലാഹ്. എല്ലാവരെയും നീ പരിപൂർണമായിട്ടും കബൂലാക്കണം റഹ്മാനെ. ഞങ്ങൾ ഓരോരുത്തർക്കും നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. ധാരാളം ഹസനാത്തുകൾ ഞങ്ങൾ ഈ ഓതുന്ന വിശുദ്ധ ഖുർആന്റെ ഞങ്ങൾ ഈ കേൾക്കുന്ന വിശുദ്ധ ഖുർആന്റെ ഓരോ ഹർഫിനും ധാരാളം ഹസനാത്തുകൾ നീ രേഖപ്പെടുത്തി വെച്ച് റഹ്മാനെ റബ്ബേ ഞങ്ങളെ പദവികൾ നീ ഉന്നതിയിലേക്ക് നീ എത്തിച്ച് ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണ റഹ്മാനെ. ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണ റഹ്മാനെ. ഇതൊക്കെ നാളെ കൺകുളിർമ കാണാനുള്ള തൗഫീഖ് നീ നൽകണ റഹ്മാൻ. ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ റബ്ബെ. ക്ലാസ് കേൾക്കുന്നു റഹ്മാനെ റബ്ബ്, മനസ്സിൽ നിൽക്കാത്തൊരു പ്രയാസം പറഞ്ഞവരുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാവർക്കും നല്ല ഓർമ്മശക്തി നൽകണ റഹ്മാനെ. നല്ല ഓർമ്മശക്തി നൽകണ റഹ്മാനെ. നല്ല ഹിഫ്ള് നൽകണ റഹ്മാനെ. റഹ്മാനെ റബ്ബെ ധാരാളം ഖത്ബുകൾ തീർക്കുന്നവരുണ്ട് റഹ്മാനെ റബ്ബെ. ഇനിയും ധാരാളം തീർക്കാനൊക്കെ ഉള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. ഈ തൗഫീഖ് പ്രദാനം ചെയ്യണം الله. ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المؤمنين والمؤمنات والمسلمين والمسلمات آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്നും കൂടി ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل آمنا بالله وما أنزل علينا وما أنزل على إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى والنبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. ومن يبتغ غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق وجاءهم البينات والله لا يهدي القوم الظالمين. أولئك جزاؤهم أن عليهم لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. إن الذين كفروا بعد إيمانهم ثم ازدادوا كفرا
ثم ازدادوا كفرا لن تقبل توبتهم وأولئك هم الضالون إن الذين كفروا وماتوا وهم كفار فلن يقبل من أحدهم ملء الأرض ذهبا ولو افتدى به أولئك لهم عذاب أليم وما لهم من ناصرين أولئك لهم عذاب أليم وما لهم من ناصرين لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم كل الطعام كان حلا لبني إسرائيل إلا ما حرم إسرائيل على نفسه من قبل أن تنزل التوراة قل فأتوا بالتوراة فاتلوها إن كنتم صادقين فمن افترى على الله الكذب من بعد ذلك فأولئك هم الظالمون قل صدق الله فاتبعوا ملة إبراهيم حنيفا وما كان من المشركين إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين قل يا أهل الكتاب لم تكفرون بآيات الله والله شهيد على ما تعملون قل يا أهل الكتاب لم تصدون عن سبيل الله من آمن تبغونها عوجا وأنتم شهداء وما الله بغافل عما تعملون يا أيها الذين آمنوا إن تطيعوا فريقا من الذين أوتوا الكتاب يردوكم بعد إيمانكم كافرين صدق الله العلي العظيم